ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ട് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പാടുന്നൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ കുറച്ച് ചക്കക്കുരുവാണ്. ഈ ഒരു ചക്കക്കുരുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബ്രൗൺ കളറൊന്നും മാറ്റിയെടുക്കാൻ കേട്ടോ. മുകളിലത്തെ ആ ഒരു തൊലി മാത്രം കളഞ്ഞെടുത്താൽ മതിയേ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുക്കറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വേവിച്ച് വെച്ച ഈ ഒരു ചക്കക്കുരു നമുക്ക് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ഉണ്ടായിക്കോട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 2 എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഒരുപാടായിട്ട് തോന്നിക്കുന്നത്. പിന്നെ ഇഞ്ചിയുടെ പീസും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഗരം മസാലയാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ചമുളകും നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പച്ചമുളക് വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ പച്ചമുളകാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ജസ്റ്റ് ഒന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില മസ്റ്റാണ്. അപ്പോൾ കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് വലിയുള്ളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഒത്തിരി ലൂസായിട്ടായിരിക്കും കിട്ടുക. പിന്നെ മാത്രമല്ല നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഏത് അരിപ്പൊടി എടുക്കാവുന്നതാണ്, വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണേ. ഒരുപാട് അങ്ങ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. കുറച്ചൊരു കട്ടിക്ക് നമുക്കിത് കിട്ടണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ആക്കണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്രത്തോളം കട്ടിയായിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവുന്ന ഒരു സമയത്ത് നമുക്കിത് ബോൾസ് ആക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയിട്ട് നമുക്കിത് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കുറേശ്ശായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ടിയാക്കി ഇതുപോലെ ഒന്ന് കട്ടിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കി എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കയ്യിലിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ കയ്യിലിങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ വെള്ളം ഒന്ന് തടവിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ കയ്യിൽ അങ്ങനെയൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളം കൊണ്ടാണ് ഇതിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് കയ്യിൽ നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കൊരു ഓയിൽ നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് നേരെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ചക്കക്കുരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസൺ എന്നല്ല, അതിന് ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ ചക്കക്കുരുയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഞാനിത് ഓൾറെഡി നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇട്ടത്. അപ്പോൾ ചക്കക്കുരുയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ള ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ല കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്